ഏതെല്ലാം തരത്തിൽ തകർക്കാൻ ശ്രമിക്കാമോ അത്തരത്തിലെല്ലാം ശ്രമിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന സുപ്രധാനമായ റിപ്പോർട്ടുകൾ പ്രകാരം ISI അതായത് പാക് ചാരസംഘടനയുടെ പുതിയ ഒരു നീക്കമാണ് നമ്മുടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തി പൊളിച്ചിരിക്കുന്നത്. ISIയുടെ രഹസ്യ പദ്ധതി ഇന്ത്യയുടെ ചുണക്കുട്ടികളായിട്ടുള്ള ഇന്ത്യ രഹസ്യ ഏജൻസികൾ മണത്തറിഞ്ഞിരിക്കുന്നു. അവരുടെ പദ്ധതികൾ ഇത്തരത്തിലാണ്. അതായത് ഇന്ത്യയിൽ തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ ഭീകരരുടെ അടുത്തേക്ക് സന്ദേശം കൈമാറാനായി ഒരു പുതിയ വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് പാക് ചാര സംഘടനയായിട്ടുള്ള ISI. ജമ്മു കശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിലെ ഭീകരരുമായി സന്ദേശവാഹകർ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കുന്നത്. ജയിലുകളിലെ ഭീകരരുമായി സന്ദേശം കൈമാറാനായി ISI കണ്ടുപിടിച്ച വഴി ഇത്തരത്തിലാണ്. അതായത് മയക്കുമരുന്ന് അടിമകളെ നമ്മുടെ അതിർത്തി കടത്തി ഇവർ ഇന്ത്യയിലേക്ക് വിടും. POKയിൽ നിന്നും പാകിസ്ഥാന്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഇവർ കടത്തിവിടും. ആ മയക്കുമരുന്ന് അടിമകളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും പോലീസ് പിടിയിലാകണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട. പോലീസ് പിടിയിലായി കഴിഞ്ഞാൽ മയക്കുമരുന്ന് കേസിൽ ഇവർ ഭീകരർ താമസിക്കുന്ന ജയിലുകളിലേക്ക് എത്തി അവിടെ സന്ദേശം കൈമാറും എന്നുള്ളതാണ് ഇവരുടെ പുതിയ രീതി എന്ന് പറയുന്നത്. സ്ത്രീകളെ മയക്കുമരുന്നിന് അടിമകളാക്കിയാണ് അവർ ഇത്തരത്തിലുള്ള അവരുടെ പദ്ധതികൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. ഇവർക്ക് പ്രത്യേക പരിശീലനമാണ് നൽകുന്നത്. പോലീസിന് എന്തെങ്കിലും അല്ലെങ്കിൽ BSFന് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ മാനസികാരോഗ്യമുള്ള ആളായി അഭിനയിക്കാനാണ് ഇവർക്ക് കിട്ടുന്ന പ്രത്യേക പരിശീലനത്തിൽ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ പോകുന്നത് മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരിക്കും എന്നും ഇപ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ സുരക്ഷാ സേനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രത്യേക പരിശീലനമാണ് ഇവർക്ക് ലഭിക്കുന്നത്. പോരാത്തതിന് അതിർത്തി കടന്നു വരുമ്പോൾ അവിടെയുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അടക്കം വിന്യാസം എത്തരത്തിലാണെന്ന് മനസ്സിലാക്കാനും അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ നോട്ട് ചെയ്യാനും ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. രാജസ്ഥാനിലെ ബിജ്നൂർ ഗ്രാമത്തിൽ നിന്ന് പാക് പൗരനെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഇതിന്റെ ചുരുളുകൾ അഴിയുന്നത്. മാനസിക പ്രശ്നം അയാൾ നടിച്ചെങ്കിലും കർശനമായി നമ്മുടെ സേന അവരെ ചോദ്യം ചെയ്തപ്പോൾ പാക് മയക്കുമരുന്ന് മാഫിയ സർഫറാസ് നോഹിയും നവാസും ചേർന്ന് തന്നെ അയച്ചതാണ് എന്നാണ് ഇവർ പറഞ്ഞത്. BSF വിന്യാസത്തെക്കുറിച്ച് പഠിക്കാൻ വന്നതാണ് എന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. ലാഹോറിൽ, പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നുള്ള മുഹമ്മദ് അസാദ് ബൈക്കിലാണ് ഇന്ത്യയുടെ അതിർത്തിയിലെത്തിയത്. ഇയാളെ അവിടെ നിന്നും തിരിച്ചയക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഷഹീദ് ഇമ്രാൻ എന്ന് പറഞ്ഞ 31കാരൻ ജമ്മു സെക്ടർ വഴിയാണ് വന്നത്. കാളി ക്ഷേത്രത്തിലേക്ക് പോകാൻ എന്ന് പറഞ്ഞു വന്ന അയാളെയും ഇന്ത്യൻ സേന പിടികൂടി. ഇതിൽ നിന്നുമാണ് പാക് ഭീകരന്മാരുമായി പാക് ചാര സംഘടന ബന്ധപ്പെടാൻ, ഇന്ത്യയിൽ കഴിയുന്ന പാക് ഭീകരരുമായി ബന്ധപ്പെടാൻ അവർ പയറ്റുന്ന പുതിയ തന്ത്രം പുറത്തു വന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.